بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأزواجه وذرياته وعلينا وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر، ربي زدنا علما وحلما وفهما وعقلا، ربي تمم بالخير والسعادة، والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم فقهنا في الدين وبارك لنا في تعلمنا وتعليمنا، وأعدنا اللهم حظا وافرا فيهما وجعلنا مخلصين لوجهك الكريم. ثم ഇനി മഴ കാരണത്താൽ ജമ്മാക്കുന്ന, ഇതുവരെ പറഞ്ഞത് സഫർ കാരണം, യാത്ര കാരണം ജമ്മാക്കുന്ന ഇതുവരെ പറഞ്ഞത്. ഇനി മഴ കാരണം വയജൂസു വലൗലിൽ മുഖീമി അൽ ജംഉ പിന്നെ ബിൽ മത്തരി തഖദീമൻ എന്ന വൽ ജദീദു മൻഉഹു തഖീറൻ. അപ്പൊ മഴ കാരണം ജമ്മാക്കുമ്പോൾ മുന്തിച്ചേ ജമ്മാക്കാൻ പറ്റുള്ളൂ, പിന്തിച്ചാക്കാൻ പറ്റൂലാന്ന്. അതാ വയജൂസു ജായിസാണ് അൽ ജമ്മു ബിൽ മത്തരി എന്ന് പറഞ്ഞപ്പോ യാത്ര വേണമെന്നില്ല. അതുകൊണ്ടാണ് വലൗലിൽ മുഖീമി, നാട്ടിൽ താമസിക്കുന്ന ആളാണെങ്കിലും എന്ത് ചെയ്യാം, മഴ ഉണ്ടെങ്കിൽ ജമ്മാക്കാം. ബാക്കി ഷർത്ത് പിന്നെ പറയും. ബൈന മാമറ, ജമ്മാക്കുന്ന നേരത്തെ പറഞ്ഞ നിസ്കാരങ്ങളുടെ ഇടയിലാണ്. ലോഹ്റു അസറും മഗ്രിബ് ഇശായും അതേ പറ്റുള്ളൂ. വമിൻഹു, ആ മാമറയിൽ പെട്ടതാണ് അൽ ജുമുഅത്തു, ജുമുഅ ബദല ലുഹ്രി, ലുഹറിന് പകരമായി ജുമുഅ ആ മാമറയിൽ പെട്ടതാണ്. അപ്പൊ ജുമുഅയും അസറും കൂടി ജമ്മാക്കാം എന്നർത്ഥം. അവിടെ പറഞ്ഞ പോലെ തന്നെ ബിൽ മത്തരി, മത്തർ മഴ കാരണത്താൽ ജമ്മാക്കാം. മഴ എത്ര വേണം? വൈൽ ലഉഫ, ലഈഫ് ചെറിയ മഴയാണെങ്കിലും ജമ്മാക്കാം. പക്ഷേ ഒരു ഷർത്തുണ്ട്, ബി ഷർത്തിയൻ യബുല്ല സൗബ, വസ്ത്രം നനയുന്ന രീതിയിലുള്ളതാകണം. വസ്ത്രത്തിന് നനയ്ക്കുന്ന മഴയായിരിക്കുക എന്ന ഷർത്തോടുകൂടെ. അപ്പോ പുറത്തിറങ്ങി നടഞ്ഞാൽ വസ്ത്രമൊക്കെ നനയും, അതന്നെ. അതിപ്പോ ഒരു പാറ്റലാണെങ്കിലും നനയും, അങ്ങനല്ല. പിന്നെ ഇത് എന്താണ്, നനഞ്ഞൊലിക്കുന്ന രീതിയിലുള്ളതായി പറയുന്നത്. പിന്നെ വമിൻഹു ഷഫാനുൻ, ആ മഴയിൽപ്പെട്ടതാണ് എന്ത് ഷഫാൻ എന്ന് പറഞ്ഞത്. ഷഫാന് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ മിസ്ലുഹു ഷഫാൻ എന്നൊരു നുസ്ഖയുണ്ട്. ഷഫാൻ എന്ന് പറഞ്ഞാൽ വഹുവ, ഷഫാനാകുന്നത് റീഹും ബാരിദത്തുൻ, തണുത്ത കാറ്റാണ്. ഫീഹ മത്തറുൻ ഖഫീഫുൻ, അതിൽ ചെറിയ മഴ ഉണ്ട്. അപ്പൊ അങ്ങനെ തണുത്ത കാറ്റുണ്ട്, ചെറിയ പാറ്റൽ മഴയുണ്ട്, എന്നാലും ജമ്മാക്കാം. തഖദീമൻ, ഇത് മുന്തിച്ച് ജമ്മാക്കാന്നാ. മുന്തിച്ച് ജമ്മാക്കുന്നതിന് 3-4 ഷർത്ത് മുമ്പ് പറഞ്ഞില്ലേ, അതെ, അതിവിടെ ഉണ്ട്. ബി ശുറൂത്തിഹി സാബിഖത്തി, മുമ്പ് പറഞ്ഞ ഷർത്തോടുകൂടെ. പിന്നെ അപ്പൊ മുമ്പ് പറഞ്ഞ ഷർത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ 4ാമത്തെ ഇവിടെ വരൂലല്ലോ. അപ്പൊ അതുകൊണ്ട് മുമ്പ് മത്തനിൽ പറഞ്ഞ 3 എന്നർത്ഥം. ലേ ഖബരി സഹീഹ്, ഇങ്ങനെ മത്തർ മഴ ഉണ്ടെങ്കിൽ മുന്തിച്ച് ജമ്മാക്കാമെന്ന് പറഞ്ഞതിന് തെളിവെന്താ? സഹീഹിന്റെ ഹദീസിന് വേണ്ടി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാ ബിൽ മദീനത്തി, മദീനയിൽ വെച്ച് നിസ്കരിച്ചു. 7 റക്അത്ത് ജമിയാൻ,
ജമ്മാക്കി നിസ്കരിച്ചു, ഒന്നിച്ച് നിസ്കരിച്ചു. 7 റക്അത്ത് എന്ന് പറഞ്ഞാൽ മഗ്രിബ് 3 ഇശാ 4, അപ്പോൾ 7 റക്അത്ത്. അപ്പോൾ സമാനിയൻ 8 റക്അത്ത്, അതായത് ളുഹർ 4 അസ്ർ 4 8 റക്അത്ത് നിസ്കരിച്ചു. ജമിയാൻ ഒന്നിച്ച് നിസ്കരിച്ചു, എല്ലാം കൂടി നിസ്കരിച്ചു, ജമ്മാക്കി നിസ്കരിച്ചു എന്നർത്ഥം. പിന്നെ അത് മദീനത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ മുഖീമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസാഫിർ അല്ലല്ലോ. സാദ മുസ്ലിമുൻ, ഈ ഹദീസിൽ ഇത് സഹീഹിന്റെ റിവായത്താണ്. അതിൽ തന്നെ മുസ്ലിമിന് സിയാദത്തുണ്ട്. എന്താ? മിൻ ഗൈരി ഖൗഫിൻ വലാ സഫരിൻ എന്നുണ്ട്. സല്ലാബിൽ മദീനത്തി മിൻ ഗൈരി ഖൗഫിൻ വലാ സഫരിൻ സബഅൻ ജമീഅ എന്നാണ്. മദീനയിൽ അവിടെ ഖൗഫുൽ അദുവുമില്ല, ശത്രുക്കളെ പേടി ഉണ്ടായിട്ടില്ല. വലാ സഫരിൻ, യാത്ര ഇല്ലാതെ തന്നെ. അങ്ങനെ വലാ സഫരിൻ എന്ന് പിന്നെ മുസ്ലിമിന്റെ റിവായത്തിൽ സരീഹാക്കിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഇതില് മദീനയിൽ നിസ്കരിച്ചു എന്നാണ് രണ്ടിന്റെയും റിവായത്തിലുള്ളത്. മുസ്ലിമിന്റെ റിവായത്തില് അങ്ങനെ യാത്രയും പേടിയും ശത്രുക്കളെ ഭയക്കലും ഉണ്ടായിട്ടില്ല എന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ മഴയാന്നെങ്ങനെ കിട്ടിയേ? അത് പറയുന്നു. ഖാല ശാഫിഈ റളിയല്ലാഹു അൻഹു കമാലിക്കിൻ റളിയല്ലാഹു അൻഹുമ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഷാഫി റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടാളും പറഞ്ഞു എന്താണ്? ഉറാദാലിക്കലി ഉദ്രിൽ മത്തരി, ഇത് പിന്നെ ഖൗഫും ഇല്ല സഫറും ഇല്ല, പിന്നെ മദീനത്തു നിന്ന് തന്നെയാണ്. അപ്പൊ പിന്നെന്താ? അത് മത്തറ് കാരണമായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഉറാദാലിക്ക ജമ്മാക്കിയതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ധരിക്കുന്നത്, എന്റെ ലന്നെന്താ, അത് മഴ കാരണത്താലാണ് എന്ന്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് തന്നെ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെന്നാ. പിന്നെ കാരണം അത് മഴ പോലെന്നൊക്കെ, രോഗം പോലെ, രോഗം എന്ന് വെച്ചൂടായിരുന്നോ? രോഗം എന്ന് വെച്ചാൽ രോഗമുള്ള ആളിനല്ലേ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ രോഗം അറിയപ്പെട്ട സമയമല്ലത്, അതാണ് പ്രശ്നം. പിന്നെ വഅ്തുരില ബിരിവായത്തിഹി അയ്ലൻ മിൻ ഗൈരി ഖൗഫിൻ വലാ മത്തരിൻ, ഇതിനെ തെളിവാക്കിയതിന് വേറെ ഇത്റാല് വന്നിട്ടുണ്ട്. ഇത്തിരില എന്ന് പറഞ്ഞാല് ഈ ഇസ്തിദ്ലാല് അല്ലെങ്കിൽ ഈ പറഞ്ഞ തെവീൽ ഏത്? ഉറാദാലിക്കലി ഗൈരിൽ മത്തരി എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആ തൗജീഹിന് ഇത്റാൽ, ആ തെവീല് ഇത്റാൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിരിവായത്തിഹി ഐലൻ, മുസ്ലിമിന്റെ തന്നെ റിവായത്തുണ്ട്, അല്ലെങ്കിൽ അതെ മുസ്ലിമിന്റെ തന്നെ വേറെ റിവായത്ത്. എന്താണ് ഐലൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ പറഞ്ഞ മിൻ ഗൈരി ഖൗഫിൻ വലാ സഫരിൻ എന്ന് പറഞ്ഞത് മുസ്ലിമിന്റെ റിവായത്തായ പോലെ തന്നെ ഇതും മുസ്ലിമിന്റെ റിവായത്താണ്. എന്താണ്? മിൻ ഗൈരി ഖൗഫിൻ വലാ മത്തരിൻ തന്നെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഉറാദാലിക്കലി ഗൈരിൽ മത്തരി എന്ന് പറയലെങ്ങനെ? അല്ലെ ഉഴുതിരിൽ മത്തരിന്ന്, മത്തർ ഉഴുതറായതുകൊണ്ട് ആ ഉഴുതറിന് വേണ്ടി എന്നാണ് ഞാൻ ധരിക്കുന്നത് എന്ന് എങ്ങനെ വിചാരിക്കാം? ഉഴുതിരിൽ മത്തരി. അപ്പൊ ഈ വല മത്തരിന്ന ഹദീസിലുണ്ടല്ലോ, അപ്പൊ ആ തെവിയിലൊക്കുന്നില്ലല്ലോ എന്ന് എഴുത്തറാൽ ഓജീബ. ആ എഴുത്തറാലിന് മറുപടി പറയപ്പെട്ടു ബി അന്നഹ ഷാദത്തുൻ, ആ റിവായത്ത് ഷാദത്താണ്. പിന്നെ അപ്പൊ ആ റിവായത്ത് ഷാദത്താണ് എന്ന് പറഞ്ഞത് അക്സറിൻ റിവായത്ത് ചെയ്തതിനെതിരാണ് എന്നർത്ഥം. പിന്നെ വലാ മത്തരിൻ കസീരിൻ എന്ന പോലെ, അല്ലെങ്കിൽ എന്താണ് ഔ വലാ മത്തരിൻ കസീരിൻ, ഒന്നിൽ റിവായത്ത് ഷാദാണ് പറയണോ, അപ്പൊ അത് ഇസ്തിദ്ലാലിന് പറ്റൂല. അല്ലെങ്കിലോ മത്തറില്ല എന്ന് പറഞ്ഞാൽ വലിയ മത്തറില്ലാതെ വലിയ മഴ ഉണ്ടായില്ല. അപ്പൊ ചെറിയ മഴ ഉണ്ടായപ്പോഴാണ്, അപ്പൊ ചെറിയ മഴ ഉണ്ടാകുമ്പോ തന്നെ ജമ്മാക്കാന്ന് വന്നല്ലോ. ഫന്തഫ അഹ്ദു അയിമ്മത്തിൻ ബിദാഹിരിഹ, അപ്പൊ ഈ മത്തർ കൊണ്ട് ജമ്മാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇമാമിയങ്ങള് ഈ ഹദീസിന്റെ ലാഹിർ പിടിച്ചിട്ട് ആ മഴ കാരണത്താലും ജമ്മാക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ആ ഇസ്തിദ്ലാല് പോയിന്നാ, ആ ഇസ്തിദ്ലാല് ശരിയാവൂല. പിന്നെ വൽജദീദു മൻഉഹു തഖീറൻ, അപ്പൊ മുന്തിച്ചമ്മാക്കാന്ന് പറഞ്ഞു മഴ ഉണ്ടെങ്കിൽ, എന്നാൽ പിന്തിച്ചമ്മാക്കാൻ പാടില്ല എന്നാണ് ജദീദ്. അന്നെന്തായാലും അന്നൽ മത്തറ, മഴ എന്നുള്ളത് അത് എങ്കത്തിയോ, അത് നിലച്ചു പോവല്ലോ ചിലപ്പോ. ഇയാൾ നിസ്കരിക്കുമ്പോ എന്താണ്, അല്ല ഇയാൾ നിസ്കരിക്കുന്നില്ല, പിന്തിച്ചമ്മാക്കി. ഇപ്പം ഒന്നാമത്തെ ലോറിന്റെ സമയത്ത് മഴ ഉണ്ട്. അപ്പൊ അസറിന്റെ ഒക്കെ ബന്ധിച്ചു കഴിഞ്ഞാൽ അസറിന്റെ നേരത്ത് ഇപ്പൊ മഴ ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. അതല്ലേ അന്നൽ മത്തറ കഥയും കത്തിയോ
അപ്പൊ യുവദ്ദിയില ഇഖ്റാജിൽ ഊല, അപ്പൊ ആ ഒന്നാമത്തെ നിസ്കാരത്തിന് ഇഖ്റാജ് ചെയ്യലിലേക്ക് കൂട്ടും. അൻ വക്തിഹ, വക്തിനെ തൊട്ട് ബന്ധിക്കുക എന്നതിലേക്ക് കൂട്ടും. ബിഗൈരി ഉദുരിൻ, ഉദുറില്ലാതെ. മഴ നിലനിൽക്കണം, എന്നാലല്ലേ ഉദുറുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. മഴയല്ലേ ഉദുറ്, അത് നിലനിൽക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് തഹീറായി പറ്റൂല. ഇനി ഷർത്തു ഫാറഖ സഫറ, അപ്പോ ഈ മത്തറും സഫറും തമ്മിൽ വ്യത്യാസം എന്താ? സഫറിന് ബന്ധിച്ചും ജമ്മാക്കാലോ. ബി അന്നഹു ഇലൈഹി, ആ സഫറാകുന്നത് ഇലൈഹി ഈ നിസ്കരിക്കുന്നവനിലേക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം ഇവൻ തീരുമാനിക്കും പോലെ. യാത്ര നിൽക്കാം, അത് ശരിയാണ്, നിലക്കാം. അതിവനല്ലേ നിർത്തുക. ഇവൻ മുഖീമാകാൻ നീയത്ത് ഇഖാമത്ത് നീയത്ത് ചെയ്താലല്ലേ നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇവന്റെ സഫർ തുടരുമല്ലോ. അപ്പൊ അത് ഇവനിലേക്കുള്ള കാര്യമാണ്. മഴ അങ്ങനല്ലല്ലോ, അതല്ല വിചാരിച്ചല്ലേ പെയ്യുള്ളൂ. ജനങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഫസ്തുരിത്തൽ അസ്മു അലൈഹി ഇന്ദ നിയ്യത്തി തഖീരി, അപ്പോ അസ്മു ഷർത്തായി. എന്തിന്റെ മേലെ അസ്മു ഷർത്തായി? അലൈഹി, ആ സഫറിന്റെ മേലെ അസ്മു. അപ്പൊ ആ യാത്ര അസ്മു ചെയ്യണം. തഖീർ നിയ്യത്ത് ചെയ്യുമ്പോ എന്ത്? നിയ്യത്തി തഖീരി. കദാ അബ്ബറ ബിഹി ബഅദുഹും, തഖീർ നിയ്യത്ത് ചെയ്യുമ്പോ ആ സഫറിനെ അസ്മു ചെയ്യൽ ഷർത്താണ്. എന്ത്? യാത്ര കാരണത്താൽ ബന്ധിച്ചമ്മാക്കുമ്പോ എന്ന് ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒഫീഹി നളറുൻ, അതിൽ നളറുണ്ട്. അപ്പൊ സവാബുഹു, അതിന്റെ സവാബ് എന്താണ്? യാത്ര ചെയ്യുക എന്നതിന്റെ മേലെ അസ്മു എന്നല്ല. അൽ അസ്മു അലൈഹി എന്ന് പറഞ്ഞാൽ അല സഫർ. പിന്നെന്താണ് അവിടെ ഷർത്ത്? ഫസ്തുരിത്ത അദ്മു അസ്മിഹി അല ലിദ്ദിഹി ഇന്ദ നിയ്യത്തി തഖീരീന, ഇവന് അസ്മില്ലാതിരിക്കണം. അസ്മിഹി എന്ന് പറഞ്ഞാൽ ഇവന് ജമ്മാക്കാൻ വിചാരിച്ചവന് അസ്മില്ലാതിരിക്കണം. എന്തിന്റെ മേലെ? അല ലിദ്ദിഹി, സഫറിന്റെ എതിരി ഇഖാമത്തിന്റെ മേലെ അസ്മില്ലാതിരിക്കണം. ഇന്ദ നിയ്യത്തി തഖീരി, തഖീർ നിയ്യത്ത് ചെയ്യുമ്പോ ഇഖാമത്തിന്റെ മേലെ അസ്മില്ലാതിരിക്കണം. അല്ലാതെ എന്ത് വേണ്ട? യാത്രയുടെ മേൽ യാത്ര ചെയ്യുക എന്ന അസ്മു വേണ്ട. ഇഖാമത്തില്ലാതിരുന്നാൽ മതിയല്ലോ. ഇപ്പൊ യാത്ര തുടങ്ങിയാണല്ലേ, അപ്പൊ യാത്രയിലല്ലേ. അങ്ങനെയാണ്. ഇനി ഷർത്തു തഖ്ദീമി, ഇങ്ങനെ മഴ കാരണം മുന്തിച്ച് അമ്മാക്കുമ്പോ അതിന്റെ ഷർത്ത് ഉജൂദുഹു, മഴ ഉണ്ടാകുക എന്നുള്ളതാണ്. അവ്വലഹുമ, ആ രണ്ട് നിസ്കാരത്തിന്റെയും തുടക്കത്തില്. അവ്വലഹുമ എന്ന് പറഞ്ഞിട്ടായി അസ്സലാത്തേനി, രണ്ട് നിസ്കാരത്തിന്റെയും തുടക്കത്തില് മഴ വേണം. അപ്പൊ ലോറ് നിസ്കരിക്കുമ്പോൾ മഴ വേണം, അസർ നിസ്കരിക്കുമ്പോഴും മഴ വേണം, തുടക്കത്തിൽ മഴ വേണം. ലിയത്തഹക്കൽ ജമ്മു മഅൽ ഉദ്രി, രണ്ടിന്റെയും തുടക്കത്തിൽ വേണം എന്ന് പറയാൻ കാരണം എന്താ? ഉദ്രോടുകൂടെ ജംഅ് ഉറപ്പാകാൻ. ജമ്മാക്കുന്ന സമയത്ത് ഉദ്ര നിലനിൽക്കണമല്ലോ, അതിനുവേണ്ടിയാണ് രണ്ടിന്റെയും തുടക്കത്തിൽ മഴ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ലോഹർ തുടങ്ങുമ്പോ മഴ ഉണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോ നിന്ന്. പിന്നെ അസർ തുടങ്ങുമ്പോ പിന്നെയും മഴ ഉണ്ട്, എന്നാ മതി. വല്ലസ ഹിസ്തിറാത്തുഹു ഇന്ദ സലാമിൽ ഊല, എന്ന പോലെ തന്നെ ഒന്നാമത്തേന്ന് സലാം കിട്ടുമ്പോഴും മഴ വേണം. അപ്പോ ഒന്നാമത് തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങുമ്പോ മഴ ഉണ്ട്, അത് കഴിഞ്ഞ് നിലച്ച്. പിന്നെ സലാം കിട്ടാനായപ്പോ വീണ്ടും മഴ തുടങ്ങി. പിന്നെ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ അസറിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് മഴ ഉണ്ടെന്ന്, അത് മതി. പിന്നെ ലിയത്തഹക്ക ഇത്തിസാൽ, അപ്പൊ ഒന്നാമത്തേന്ന് സലാം കിട്ടുമ്പോ മഴ വേണമെന്ന് പറയാൻ കാരണം എന്താ? ലിയത്തഹക്ക ഇത്തിസാലു ആഹിരിൽ ഊല, ഒന്നാമത്തതിന്റെ അവസാനം ബന്ധിക്കുക എന്നത് ഉറപ്പാകാൻ. ബി അവ്വലി സാനിയത്തി, രണ്ടാമത്തതിന്റെ തുടക്കവുമായി ബന്ധിക്കുക, അത് ഉറപ്പാകാൻ. ഇത് ബന്ധിക്കൽ എപ്പോ ഉറപ്പാകുക? ഫി ഹാലിൽ ഉദ്രി, ഉദ്റുള്ള സമയത്ത് അത് തഹക്കുക്കാകണം എന്നാ. അപ്പൊ ഉദ്റുള്ള സമയത്ത് തഹക്കുക്കാകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ബന്ധം തഹക്കുക്കാകണമെങ്കിൽ ഒന്നാമത്തേന്റെ അവസാനവും വേണം, രണ്ടാമത്തേന്റെ തുടക്കത്തിലും വേണം. അപ്പൊ ആ ബന്ധം തഹക്കുക്ക ഉറപ്പാവും. അപ്പൊ കളിയത്തുഹു, ഈ ഷർത്തിന്റെ കളിയ ഇഷ്തറാത്തു ഇംതിദാദി, കളിയത്തു എന്ന് പറഞ്ഞാൽ ഈ ഇല്ലത്ത് പറഞ്ഞതിന്റെ ആ തഹക്കുൽ ഇത്തിസാലി എന്ന് പറഞ്ഞാൽ ആ ഇല്ലത്തുണ്ടല്ലോ, അത് ആ തഹലീലിന്റെ കളിയ ഇസ്തിറാത്തു ഇംതിദാദിഹി ബൈനഹുമാ. അപ്പൊ ഈ രണ്ടാമത്തേന്റെ അവസാനം അല്ല, ഒന്നാമത്തേന്റെ അവസാനം ഉണ്ടായി, രണ്ടാമത്തിന്റെ തുടക്കത്തിലുണ്ടായി. അതിന്റെ ഇടക്ക് മുറിഞ്ഞാലോ? അതിന്റെ ഇടക്ക് മുറിഞ്ഞാൽ ഈ ഇത്തിസാൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇടക്ക് മുറിയാതെ നിലനിൽക്കണം, അതും ഷർത്താ. ഇഷ്തിറാത്തു ഇംതിദാദി, ആ മഴ നീളൽ നിർബന്ധമാണ്, ഷർത്താണ്, നിലനിൽക്കണം. ബൈനഹുമ, രണ്ട് നിസ്കാരത്തിന്റെ ഇടയിലും. ഇങ്ങനെയാണ് ഈ പറഞ്ഞതിന്റെ കളിയ. ഓഹോ കദാലിക്ക, അത് അങ്ങനെ തന്നെ.
പിന്നെ അപ്പോൾ ഒന്നാമത്തേൻ്റെ ആ സലാമിൻ്റെ സമയത്ത് മഴ വേണം. അത് മുതൽ തുടങ്ങി രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെ മഴ നിലനിൽക്കണം എന്നർത്ഥം. ഇനി തയക്കുനുഹു ലഹു, അത് ഉറപ്പുണ്ടാകണം. എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആ ഇംതിദാദുൽ മത്തറിന് ആ ഉറപ്പാകുകയും വേണം. അപ്പൊ സംശയിച്ചാലോ? അപ്പൊ പിന്നെ പറ്റൂല. പിന്നെ അന്നഹു ലാ യക്ഫിൽ ഇസ്തിസ്ഹാബു, ഇസ്തിസ്ഹാബ് മതിയാകുന്നതല്ല എന്നതുമാണ് ഇതിന്റെ ഖളിയ. ഖളിയത്തുഹു ഇഷ്തിറാത്തു എന്ന് പറഞ്ഞില്ല, അതിന്റെ മേലെ അത്ഫ. അപ്പൊ അന്നഹു കാര്യം ലാ യക്ഫിൽ ഇസ്തിസ്ഹാബു. അപ്പൊ ഒന്നാമത്തതിന്റെ അവസാനം മഴ ഉണ്ടായി, അതിനെ ഇസ്തിസ്ഹാബ് ചെയ്യിപ്പിച്ചുകൊണ്ട് രണ്ടാമത്തതിന്റെ തുടക്കത്തില് മഴ ഉണ്ടായി, അങ്ങനെ പോരേന്ന്. അതുപോരാ. വബിഹി സർറഹൽ ഖാദി, ഖാദി ഹുസൈൻ റഹിമഹുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ സ്വരീഹാക്കിയിട്ടുണ്ട്. ഫഖാല, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ലൗഖാല ലി ആഖറ ബഅദ സലാമിഹി, ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു. ലൗഖാല എന്ന് പറഞ്ഞാൽ ആര്? ഇങ്ങനെ ജമ്മാക്കാൻ വിചാരിക്കുന്ന ആള്, മഴ കാരണത്താൽ മുന്തിച്ച് ജമ്മാക്കാൻ വിചാരിക്കുന്ന ആള് പറഞ്ഞു. ലി ആഖറ, മറ്റൊരാളോട് പറഞ്ഞു. ബഅദ സലാമിഹി, ഇയാൾ സലാം കിട്ടിയതിന് ശേഷം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉൻദുർ ഹൽ ഇൻഖത്തഅൽ മത്തറു ഔല, മഴ മുൻകത്തിയായോ ഇല്ലേ എന്ന് നീ നോക്കുന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒന്നാമത്തെ നിസ്കരിച്ച ആള്, ജമ്മാക്കാൻ വിചാരിച്ച ആളാണ്, മഴ കാരണത്താല് ഒന്നാമത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ് മഴ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാലോ ബത്തല ജംഉഹു, അൽ ഇൻഖത്തഅൽ മത്തറു, മഴ നിന്നോ ഔല അല്ല നിന്നിട്ടില്ലേ എന്ന് നോക്കുന്ന് പറഞ്ഞാല് ബത്തല ജംഉഹു, ഇയാൾക്ക് ജമ്മാക്കാൻ പാടില്ല. ഇയാളെ ജമ്മു ബാത്തിലായി. കാരണം എന്താ? ലിശക്ക് ഫി സബബിഹി, അതിന്റെ സബബില് സംശയിച്ചു. അപ്പൊ ആ പറഞ്ഞത് തയക്കുന് വേണം എന്ന് പറഞ്ഞതിന്റെ എതിരാ. അപ്പൊ ഇവിടെ തയക്കുനില്ലല്ലോ എന്നാ. പിന്നെ അപ്പൊ ഇസ്തിസ്ഹാബ് പോരാ. ചെക്ക് വന്നാൽ തന്നെ എന്താണ്? ആ മുറിയും ജമ്മു ബാത്തിലാകും എന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇസ്തിസ്ഹാബ് പോരാന്നുള്ളത് കിട്ടിയല്ലോ എന്നർത്ഥം. വനഖലഹു ബഅദുഹു അൻ ഗൈരിൽ ഖാദി, ഖാദി ഹുസൈൻ റഹിമഹുള്ളാഹി ശരിയാക്കിയത് ചില ഇമാമിങ്ങൾ ഖാദി അല്ലാത്തവരെ തൊട്ട് നക്കൽ ചെയ്തിട്ടുണ്ട്. വാനിൽ ഖാദി, ഖാദിയെ തൊട്ട് നക്കൽ ചെയ്തു. ഖിലാഫഹു, ഇതിന്റെ ഖിലാഫും നക്കൽ ചെയ്തു. ശരിക്കും ഈ പറഞ്ഞ നക്കൽ ഖാദി ഹുസൈനെ തൊട്ടുള്ളതാണ്. അത് ചിലര് ഖാദി അല്ലാത്ത മറ്റ് ഇമാമിങ്ങളെ തൊട്ട് നക്കൽ ചെയ്തിട്ട് ഖാദി ഹുസൈൻ എന്നവരെ തൊട്ട് എന്ത് നക്കൽ ചെയ്തു? ഇപ്പറഞ്ഞതിന്റെ എതിര് നക്കൽ ചെയ്തു. അപ്പോ ബാത്തിൽ ഔല എന്ന് പറഞ്ഞതായി നക്കൽ ചെയ്തു. വലഅല്ലഹു സഹുവൻ, ആ നക്കല് എന്താണ്? ഖാദി ഹുസൈനെ തൊട്ട് ഇതിന്റെ ഖിലാഫ് നക്കൽ ചെയ്ത് ചിലപ്പോ സഹുവായിരിക്കാം. ഇല്ലം യകുനിൽ ഖാദി തനാഖല ഫീഹി, അത് സഹുവായിരിക്കാം എന്ന് പറയുന്നത് എപ്പോഴാ? ഖാദി ഹുസൈൻ റഹിമഹുള്ള ആയിട്ടില്ലെങ്കിൽ തനാഖല ഫീഹി, ഈ മസലയില് തനാക്കുല് പറഞ്ഞിട്ടില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ രണ്ട് കൗല് പറഞ്ഞു, ഒന്ന് മറ്റൊന്നിനെതിരാണ്. അപ്പൊ ഒരിക്കൽ ജമ്മ ബാത്തിലാവെന്നും പറഞ്ഞു, ഒരിക്കൽ ജമ്മ സഹിയാവെന്നും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ എതിര് നക്കൽ ചെയ്തത് എന്താണ്? സഹുവ. ഇനി അലാന്നൽ ഇസ്നവിയ, ഇമാം അസ്നവി റഹിമഹുള്ള മാല ഇലാ അന്നഹു യക്ഫിൽ ഇസ്തിസ്ഹാബു, ഇസ്തിസ്ഹാബ് മതിയാകും എന്നതിലേക്ക് പോയി. വഹുവൽ ഖിയാസ്, ഇസ്തിസ്ഹാബ് മതി എന്നാണ് ഖിയാസും. അപ്പൊ അതിനെന്ത് മറുപടി പറയും? അതാണ് ഇല്ലാ യുഖാല, പറഞ്ഞാലൊഴികെ ഇന്നഹു റുഖ്സത്തുൻ, ഈ ജംഉൻ ബിൽ മത്തർ എന്ന് പറഞ്ഞ റുഖ്സയാണ്. ഫലാ ബുദ്ദ മിൻ തഹഖുഖി സബബിഹാ, അപ്പൊ റുഖ്സയുടെ സബബ് തഹഖുഖാകൽ അനിവാര്യമാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇസ്തിസ്ഹാബ് മതിയാവൂല എന്നാവും. വയുഅയ്യിദുഹു മാ മർറ ഫീമാ ലൗ ശക്ക ഫി ഇന്തിഹാഇ സഫരിഹി, ഇതിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്. സബബ് തഹഖുഖാകണം അപ്പം എന്ന് പറഞ്ഞ ഇത് റുഖ്സയാണല്ലോ. എന്നീ പറഞ്ഞതിനെ തയ്യീദ് ചെയ്യുന്നുണ്ട് മുമ്പ് കഴിഞ്ഞത്. എവിടെ കഴിഞ്ഞത്? ഫീമാ ലൗ ശക്ക, യാത്രക്കാരൻ സംശയിച്ചു. ഫിന്തിഹായി സഫരിഹി, അയാളുടെ യാത്ര അവസാനിച്ചോ എന്ന് സംശയിച്ചാൽ പിന്നെന്താക്കാൻ പറ്റൂല? ജമ്മാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? അത് ഇതിനെ തയ്യീദ് ചെയ്യുന്നുണ്ട്. ഇനി വസ്സൽജു വൽ ബറദു കമത്തരിൻ ഇൻദാബ, സെൽജും ബറദും ഒക്കെ ഏതുപോലെ തന്നെ മഴ പോലെയാണ്. അപ്പൊ മഴയ്ക്ക് ജമ്മാക്കും പോലെ തന്നെ സെൽജ് ഉണ്ടെങ്കിൽ, ബറദ് ഉണ്ടെങ്കിൽ
അപ്പം എന്ത് ചെയ്യാ, മഞ്ഞ് പെയ്യുന്നുണ്ട്, പിന്നെ കടുത്ത തണുപ്പുണ്ട്. അല്ല, തണുപ്പല്ല, ബറദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് മഞ്ഞും ഒന്ന് ആലിപ്പഴം എന്ന് പറഞ്ഞ സാധനമല്ലേ, അതെ, ഐസും കട്ട, അതാണ്. അപ്പൊ ഇത് രണ്ടും പെയ്താൽ ഇൻ ദാബ വ ബല്ല അസൗബ, അത് രണ്ടും എന്താകുന്നുണ്ട്? അലിയുന്നുണ്ട്, അലിഞ്ഞു വെള്ളമാകുന്നുണ്ട്, ആ വസ്ത്രത്തിനെ നനക്കുന്നുമുണ്ട്. എങ്കിൽ അത് മത്തർ പോലെയാണ്, അതുണ്ടാകുമ്പോഴും ജമ്മാക്കാന്നർത്ഥം. ലി ഉജൂദി ലാബിത്തിഹി ഫീഹിമാഹിനൈദിൻ. അപ്പൊ ഈ മഴയുടെ ലാബിത്ത്, അതിന്റെ കണക്ക് എത്തിച്ചതിന് വേണ്ടി ഫീഹിമായതില് ആ സെൽജിലും ബറദിലും എപ്പഹിനൈദിൻ അത് അലിയുകയും എന്ന പോലെ വസ്ത്രത്തിനെ നനക്കുകയും ചെയ്യുമ്പോൾ ആ മത്തറിന്റെ ലാബിത്ത് ഇതിലുണ്ട്. മത്തറിന് അതിന്റെ കണക്ക് ഇതിലുണ്ട്. അങ്ങനെ കാരണം വസ്ത്രം നനക്കുക, അതുകൊണ്ട് പ്രയാസം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ ജമാഅത്തിന് പോവാന്. ബിഖിലാഫി മായിദാലം യദൂബ കദാലിക്ക, വസ്ത്രത്തിന് നരക്കുന്ന രീതിയിൽ, അതാ കദാലിക്കാന്ന് പറഞ്ഞ, അത് അലിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അലിയാത്തതിനെതിരായിട്ട്. അപ്പൊ അങ്ങനെ അലിഞ്ഞില്ലെങ്കിൽ പിന്നെ ജമാക്കാൻ പറ്റൂല. ഇനി മശക്കത്തുഹുമാനൗന്നാഹറുലം യരിദൂ, അപ്പൊ അങ്ങനെ അലിഞ്ഞില്ലെങ്കിലും പ്രയാസം ഉണ്ടാവുമല്ലോ. മഞ്ഞും എന്ന പോലെ ആലിപ്പഴമൊക്കെ പെയ്യുന്ന സമയത്ത് പള്ളിപ്പോകാൻ പ്രയാസം ഉണ്ടാവും, മഴയ്ക്ക് പോകാൻ പ്രയാസമുള്ള പോലെ തന്നെ. അപ്പൊ ആ മഷക്കത്ത് പരിഗണിക്കുന്നില്ല. കാരണം എന്താ, അത് വേറൊരു മഷക്കത്താണ്, നൗന്നാഹറാണ്. ലം യരിദ്, ആ നൗ വാരിതായിട്ടില്ല. എങ്ങനെ വാരിതായിട്ടില്ലാന്ന്? കസറിനെ ജായിസാക്കിക്കൊ അല്ല ജമ്മിനെ ജായിസാക്കിക്കൊണ്ട് വാരിതായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് പറ്റൂല. നാം അതെ എന്താണ്, ഇൻകാന അഹദുഹുമാ ഖിത്താൻ കിബാറൻ യുഖ്ഷാ മിൻഹു, എന്നാൽ ഈ പറഞ്ഞ ആ സെൽജ് അല്ലേ ബറദ്, ഇതിലൊന്ന് വലിയ കഷ്ണങ്ങളായിട്ടാണ് പെയ്യുന്നത്. യുഖ്ഷാ മിൻഹു, അപ്പൊ പള്ളിയിൽ പോകാൻ കഴിയൂല. അതിൽ നിന്ന് പേടിയാകുന്നുണ്ട്, തലയിലൊക്കെ വീണാൽ ചിലപ്പോൾ മുറിയാവോ എന്നുള്ള പേടിയാകുന്നുണ്ട്. എന്നാൽ ജാസൽ ജമ്മു ജായിസാണ്. അലാമാ സറഹ ബിഹി ജമ്മുൻ, ഒരു ജമ്മു സരിയാക്കിയതുപോലെ ദൂർവസറും മരുവിഷം ജമ്മാക്കാം. ഇനി ഈ പറഞ്ഞ റുഖ്സ, അതായത് എന്താണ്, ജമ്മാക്കാം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ മഴ ഉണ്ടെങ്കിൽ അതിന് വേറെ ചിലതും കൂടി ഒരുമിച്ച് കൂടണം. അതാണ് പറയുന്നത്. വല്ലദഹറു, അദഹർ തഖ്സീസുർ റുഖ്സ, ഈ മഴ കാരണം ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ റുഖ്സ പ്രത്യേകമാക്കുക എന്നുള്ളതാണ് അദഹർ. ആർക്ക് പ്രത്യേകമാക്കുക? ബിൽ മുസല്ലി, നിസ്കരിക്കുന്ന ആള്, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളിന് പ്രത്യേകമാണ്. ബി മസ്ജിദിൻ, പള്ളിയിൽ, ഔ ബി ഗൈരിഹി, അല്ലെ പള്ളി അല്ലാത്ത സ്ഥലത്ത് ജമാഅത്തായി നിസ്കരിക്കുന്ന ആളായിരുന്നു. എങ്ങനത്തെ മസ്ജിദ്? അല്ലെങ്കിൽ അത് പള്ളി അല്ലാത്ത ബഈദിൻ അൻ മഹല്ലിഹി, ഇയാളുടെ മഹല്ലിനെ തൊട്ട്, മഹല്ല് എന്ന് പറഞ്ഞാൽ ഇയാളുള്ള സ്ഥലം, ഇയാളെ വീട്, ഇയാളെ കട, ശോഭ, അങ്ങനെ ഇയാളുള്ള സ്ഥലത്തിനെയും തൊട്ട് ദൂരത്തുള്ളൊരു പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണ് ഇയാള്. അപ്പൊ മഴയൊന്നുമില്ലെങ്കിൽ ഇയാള് പതിവായ ജമാഅത്തിന് പോകും. ഇപ്പൊ എന്താണ്, ലോഹർ നോക്കുമ്പോ മഴ ഉണ്ട്, എന്നാ പിന്നെ ലോഹറും അസുറും അങ്ങ് ജമാഅത്ത് നിസ്കരിക്കുക. അപ്പൊ ഇയാള് എന്താണ്, ജമാഅത്തായിട്ട് നിസ്കരിക്കണോ? പള്ളിയാകണമെന്നില്ല, ദൂരത്തുള്ള എന്താണ്, പള്ളിയാകണോ, അല്ലെ, ദൂരത്തുള്ള സ്ഥലമാകണം. അപ്പൊ ദൂരത്തുള്ള സ്ഥലത്ത് ജമാഅത്തായി നിസ്കരിക്കണം. അപ്പൊ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആള് ദൂരത്തുള്ള പള്ളിയിൽ തന്നെ പോയി ഒറ്റക്ക് നിസ്കരിച്ചാലും മതിയാവൂല, അയാൾക്ക് ജമാക്കാൻ പറ്റൂല. അടുത്തുള്ള പള്ളിയിലാണെങ്കിൽ ഇയാൾ ജമാഅത്തായി തന്നെ നിസ്കരിക്കും, അടുത്തുള്ള പള്ളിയിലാണ്, അയാൾക്ക് ജമാക്കാൻ പറ്റൂല. അതാ പിന്നെന്ത് വേണം? ബി ഹൈസു യതഅസ്സാബിൽ മത്തരി ഫീ തരീഖിഹി എന്നാണ്. ഏത് രീതിയില്? അയാള് ജമാഅത്തായി നിസ്കരിക്കും പള്ളിയില്, ദൂരത്തായ പള്ളിയിൽ. ആ ദൂരത്തായ പള്ളിയിൽ ബി ഹൈസു യതഅസ്സ, ഇയാൾക്ക് പ്രയാസമാകുന്ന രീതിയിൽ. തഅസ്സിയൻ ലാ യുഹ്തമലു ആദത്തൻ, സാധാരണഗതിയിൽ സഹിക്കാത്ത പ്രയാസം, അങ്ങനത്തെ പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ബൈദായ പള്ളി. എവിടെ പ്രയാസം? എന്തുകൊണ്ടാ പ്രയാസം വരുന്നത്? ബിൽ മത്തരി, മഴ കാരണത്താൽ പ്രയാസമുണ്ട്. എന്നിട്ടോ എവിടെയാണ് ഈ പ്രയാസം? വഴിയിൽ. ഫി തരീഖിഹി, ഇയാൾ പള്ളിയിൽ പോകുന്ന വഴിക്ക്, അതിലെ വസ്ത്രം തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അന്നൽ മഷക്കത്തെ ഇന്നമാ തൂജതു ഹീനയിദിൻ,
കാരണം മഴ കാരണം ജമ്മാക്കുക എന്ന് പറഞ്ഞത് അതിന്റെ മശക്കത്ത് കാരണത്താലാണ്. അപ്പോ ആ മശക്കത്ത് കാരണത്താൽ ഇങ്ങനെ ജമ്മാക്കുക എന്ന് പറഞ്ഞ ആ മശക്കത്ത് ഉണ്ടാകലപ്പോഴാ അത് ആ ജമാഅത്തിന് ഇയാള് സാധാരണ ദൂര സ്ഥലത്തുള്ള പള്ളിയിലേക്ക് പോകുന്ന ആളായിരിക്കുകയും അങ്ങനെ വഴിയിൽ എന്താണ് പ്രയാസം ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഇയാൾക്ക് ഈ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുക, മശക്കത്തുണ്ടാകുക. അപ്പോഴാണ് ജമ്മാക്കൽ അനുവദനീയാകുക, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അതാണ് പറയുന്നത് ഖിലാഫി മാ ഇദന്തഫ, ഇല്ലാതെയാകുന്നതിനെതിരായിട്ട് ഷർത്തും മിൻദാലിക, ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്ത് ഇല്ലാതാകുന്നതിനെതിരായിട്ട്. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഷർത്ത് ഇല്ലാതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മഴ കാരണം ജമ്മാക്കാൻ പറ്റൂല. പിന്നെ ആ ഷർത്തില്ലാതായതിന്റെ ഉദാഹരണം പറയുന്നത് ഇതുപോലെ കാൻകാന യുസല്ലി ബി ബൈത്തിഹി മുൻഫരിദൻ, ഇയാള് വീട്ടിൽ നിസ്കരിക്കുന്ന ആളാ, ഒറ്റയ്ക്ക് വീട്ടിൽ നിസ്കരിക്കും. ഔ ജമാഅത്തനല്ലേ, വീട്ടിൽ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കും. അപ്പൊ ഇയാള് ദൂരമുള്ള സ്ഥലത്ത് പോകുന്ന ആളല്ലല്ലോ, അപ്പൊ ഇയാൾക്ക് എന്താണ് റുഖ്സ ഇല്ല, ജമ്മാക്കാൻ പറ്റൂല. ഔ യംശീലൽ മുസല്ല ഫി കിന്നിൻ, അല്ലെങ്കിൽ ഇയാള് മുസല്ലയിലേക്ക് നിസ്കരിക്കുന്ന സ്ഥലം പള്ളി അല്ലാത്തടത്തേക്ക് പോകല് ഒരു മറയിലായിട്ടാണ്. കിന്ന് എന്ന് പറഞ്ഞാല് മഴ ഇയാളെ ശരീരത്ത് വീണ് ആ വസ്ത്രം നനക്കാത്ത രീതിയിലുള്ള കൊടയോ മറ്റോ ചൂടിയാണ് സാധാരണ പോകല്. അല്ലെങ്കിലോ ഈ വഴിയിൽ അങ്ങ് വരെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, മേൽക്കൂരുണ്ട്, അതിന്റെ താഴെ കൂടി അങ്ങനെ പോലെ ഇയാള്, നായക്ക് പ്രയാസമല്ലല്ലോ. അവ കർബമിന്നു, അല്ലെങ്കിൽ ആ മുസല്ല കരീബാണ്. പിന്നെ ഔ കറുബ മിൻഹു, അൻ കറുബ മിൻഹു എന്നായിരിക്കും. കാന എന്ന് പറഞ്ഞാൽ കാനന്റെ മേലെ അത്തുഫായിട്ട് ഇയാള് കരീബാണ് മിൻഹു, ആ മുസല്ലയോട് കരീബാണ്. അപ്പൊ ബഈദായ മുസല്ല പള്ളിയും അല്ലാത്തതും എല്ലാം നടത്താം. ഔ യുസല്ലി മുൻഫരിദൻ ബിൽ മുസല്ല, അല്ലെങ്കിൽ മുസല്ലയിൽ പോയിട്ട് തന്നെ ഒറ്റക്കാൻ സ്കരിക്കുന്നത്, ജമാഅത്തായി സ്കരിക്കലില്ല. ഈ സ്ഥലത്തെല്ലാം എന്താണ് ഇയാൾക്ക് ജമ്മാക്കാൻ പറ്റൂല. കാരണം എന്താ, ഇന്തിബാഇ തഅദി ഫീമാ അദൽ അഖീറത്തി, ഈ അവസാനം പറഞ്ഞ അല്ലാത്തതില് തഅദി ഇല്ല, പ്രയാസമൊന്നുമില്ല. വീട്ടിൽ നിസ്കരിക്കുമ്പോ പ്രയാസമല്ല, കിന്നിൽ പോകുമ്പോ പ്രയാസമല്ല, അല്ലെങ്കിൽ മുസല്ല അടുത്താണേ പ്രയാസമല്ല. അവസാനത്തേന്ന് പറഞ്ഞതോ യുസല്ലി മുൻഫരിദൻ ബിൽ മുസല്ല എന്ന് പറഞ്ഞില്ലേ, ദൂരത്തുള്ള മുസല്ലയിൽ പോയിട്ട് ഒറ്റക്ക് നിസ്കരിക്കുക എന്നാ. അവിടെ പ്രയാസമുണ്ട്, പക്ഷെ അവിടെ റുഖ്സ അനുവദിക്കൂല. കാരണം എന്താ, വൽ ജമാഅത്തി ഫീഹ, അപ്പൊ തഅദ്ദീന്റെ മേലെ അത്ഫാണ്. അപ്പൊ ലിന്തിഫാഇൽ ജമാഅത്തി ഫീഹ എന്നർത്ഥം. ആ അവസാനത്തെ രൂപത്തില് ജമാഅത്ത് ഇല്ലാത്തതിന് വേണ്ടി ഇവൻ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇവനും റുഖ്സല്ല എന്നർത്ഥം. വലാ യുനാഫീഹി ജംഉഹു സല്ലല്ലാഹു തആല അലൈഹി വസല്ലം, അപ്പൊ ഈ പറഞ്ഞതിനെതിരല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മാക്കിയത്. അതായത് പിന്നെ ദൂരത്തുള്ള പള്ളിയില് വഴിയിൽ പ്രയാസമുണ്ടാകുന്ന രീതിയിൽ പോകുന്ന ആളാണെങ്കിലല്ലേ റുഖ്സ ഉണ്ട് എന്ന് പറഞ്ഞ്. ഔ കർബ മിൻഹു എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഇവൻ എന്താണ് ആ മുസല്ലയോട് അടുത്തുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അപ്പോ റുഖ്സ ഇല്ല എന്ന് പറഞ്ഞതിനോട് എതിരല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മാക്കിയത്. എന്താ എതിരല്ല എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജറാത്തുകൾ, വീടുകൾ, ഭാര്യമാരുടെ വീടല്ലേ, അത് പള്ളീന്റെ ഒരു ചുമരിന്റെ പുറത്ത് തന്നെയല്ലേ ഉണ്ടായിരുന്നത്, ദൂരത്തല്ലല്ലോ. അപ്പൊ അടുത്തായാലും ജമ്മാക്കാം എന്നല്ലേ വരിക. ഇപ്പൊ മഴ കാരണത്താൽ എന്താക്കി അങ്ങനെ ജമ്മാക്കി എന്ന് പറഞ്ഞത്, ആയിഷ ബീവിന്റെ വീട് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ കിടന്നാല് തല ആയിഷ ബീവിന്റെ മടിയിലും അങ്ങോട്ട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലല്ലേ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഈ ബഈദ് എന്ന് പറഞ്ഞത് കൈത് ശരിയാവൂലല്ലോ, അതിന് ഇത് എതിരല്ലേ എന്ന്. അത് എതിരല്ല. കാരണം എന്താ, മാന്ന ബുയൂത്ത അസുവാജിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ വീടുകൾ ബി ജംബിൽ മസ്ജിദി, ആ പള്ളിയുടെ ജംബിലായിരുന്നു എന്നതോടുകൂടെ തന്നെ, പള്ളിയുടെ പരിസരങ്ങളിലായിരുന്നു, ചേർന്നായിരുന്നു എന്നതോടുകൂടെ തന്നെ അതിനെതിരല്ല. അതങ്ങനെ എന്താണ് ചേർന്നിട്ടാണ് എന്നതോടുകൂടി എതിരാകാതിരിക്കാൻ കാരണം എന്താ, അന്നഹ കുല്ലഹ ലം തക്കുൻ കദാലിക,
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ എല്ലാവരുടെയും വീട് അങ്ങനെ ആയിരുന്നില്ല. ആയിഷ ബീവിന്റെയും ഹഫ്സ ബിന്തു ഉമർ, അതിന്റെ ഇപ്പുറത്ത് ഉമർ റളിയല്ലാഹുവിന്റെ മകള് ഹഫ്സ ബീവിയുടെയും അങ്ങനെ ചിലരുടെയൊക്കെ വീട് അവിടെ ആയിരുന്നു എന്നേ ഉള്ളൂ. എല്ലാം എന്താണ് 11 ആളുടെയും വീട് അവിടെ ആയിരുന്നില്ല. ബൽ അക്സറുഹ കാന ബഈദൻ അൻഹു. ആ ഭാര്യമാരുടെ വീടുകളിൽ നിന്ന്, ആ ഭാര്യമാരുടെ വീട് എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിപ്പിച്ച വീട് എന്നർത്ഥം. വീട് നബീന്റെതാണ്. അപ്പോ ആ ഭാര്യമാരെ താമസിപ്പിച്ച ആ വീടുകള് അധികവും എവിടെയായിരുന്നു? പള്ളിയെ തൊട്ട് ബഈദായിരുന്നു. ഫലഅല്ലഹു കാന ഫീഹി ഹീന ജമാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മാക്കിയപ്പോ അവിടെ ആയിരിക്കും. അപ്പൊ അവിടുന്ന് ഇവിടെ മദീനത്തെ പള്ളിയിലേക്ക് ജമാഅത്തിന് വരിക എന്ന് പറഞ്ഞത് ബഈദാണ്, ദൂരത്തേക്ക് വരലാണ്. അങ്ങനെ വന്ന് നിസ്കരിക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ്. ജമാഅത്തിന് എപ്പോഴും വരുമല്ലോ. അപ്പൊ മഴ പെയ്തപ്പോ ഒരു ദിവസം ജമ്മാക്കി എന്നാ. അലാ അന്ന ലിൽ ഇമാമി അൻ യജ്മഅ ബിഹിം. അതിനും പുറമെ ഇമാമിന് വേണമെങ്കിൽ ജമ്മാക്കാം. ലിൽ ഇമാമി അൻ യജ്മഅ ബിഹിം, ഇമാമിന് മൗമൂമിങ്ങളെയും കൂട്ടി ജനങ്ങളെയും കൂട്ടി ജമ്മാക്കാം മഴ കാരണത്താൽ. വയിൻകാന മുഖീമം ബിൽ മസ്ജിദി, അയാള് ഇമാമ് പള്ളിയിൽ താമസിക്കുന്ന ആളാണെങ്കിലും. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ താമസിക്കുന്നവരല്ലേ. പള്ളിന്റെ തൊട്ട് ജമ്പ് എന്ന് പറഞ്ഞാല് പള്ളി തന്നെ. അപ്പൊ പള്ളിയിൽ താമസിക്കുന്ന ആളിനെ തന്നെ ജമ്മാക്കാമെന്നുണ്ടെങ്കിൽ പള്ളിന്റെ അവിടെ ചേർന്ന് അടുത്തുള്ള ആളിന് അപ്പോ എന്താണ് ജമ്മാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ദൂരത്താകണം എന്ന് പറഞ്ഞത് ഇമാം അല്ലെങ്കിലാണ് എന്നർത്ഥം. അപ്പൊ പിന്നെ അത് തീരെ ഇഷ്കാലാവൂല. അതാ അലാന്നലിൽ ഇമാമി എന്ന് പറഞ്ഞത് ലിഅന്നഹ കുല്ലഹ ലം തകുൻ കദാലിക എന്ന് പറഞ്ഞതിന്റെ മേലെ അലാവത്തായി പറഞ്ഞത്. അതിനും പുറമേ ഇനി വലിമനിത്തഫഖ വുജൂദുൽ മത്തരി വഹുവ ബിൽ മസ്ജിദി അൻ യജ്മഅ. ഇനി ഇത്തിഫാക്കായി മഴ പെയ്തു, യാദൃശികമായി ഒത്തുവന്നു മഴ ഉണ്ടാകുക എന്നുള്ളത്. ഇയാള് വഹുവ ബിൽ മസ്ജിദി, ഇയാള് പള്ളിയിലാണ്. അപ്പോ ഇയാള് പള്ളിയിലല്ലാതെ വീട്ടിൽ നിന്നല്ലേ ഇപ്പൊ ജമ്മാക്കാന്നുള്ള ഇപ്പൊ നമ്മൾ പറഞ്ഞ അങ്ങനെയാണ്. പിന്നെ അപ്പോ പള്ളിയിലാവുമ്പോഴാണ് എന്ത് ചെയ്തത്? മഴ പെയ്തത്. എന്നാ പിന്നെ ലോറിന്റെ കൂടെ അസർ വന്ന് നിസ്കരിക്കാം. അപ്പൊ ഈ പറഞ്ഞ ഷർത്തൊക്കെ വേണം. ഇയാൾക്ക് അസറിന് തിരിച്ചു വരാനുള്ള പ്രയാസമൊക്കെ വേണം, എന്നാലേ പോയിട്ടുള്ളൂ. അപ്പൊ ഇല്ല എഹ്താജയില്ല സലാത്തുൽ അസ്രി. ഇല്ലാന്ന് പറഞ്ഞാൽ ജമ്മാക്കിയില്ലെങ്കിൽ ഇയാൾ ആവശ്യക്കാരനാകും. എന്തിനാവശ്യക്കാരനാകും? ഇല്ല സലാത്തുൽ അസ്രി, അസർ നിസ്കരിക്കാവിൽ ഇഷായി അല്ല ഇഷാ നിസ്കരിക്കാവി ജമാഅത്തിൻ, ജമാഅത്തിലായി നിസ്കരിക്കുക എന്നതിലേക്ക് ആവശ്യമാകും. അയാള് ജമാഅത്ത് പതിവാക്കിയ ആളാണല്ലോ, അപ്പൊ അയാൾ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം അങ്ങനെ വിചാരിച്ച ആളാണ്. വഫീഹി മശക്കത്തുൻ അലൈഹി, അത് ഇയാൾക്ക് പ്രയാസമുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ ജമ്മാക്കി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെന്താണ്? ഇനിയിപ്പോ അസറിന്റെ ഇഷാന്റെ ജമാഅത്തിന് വരണ്ടല്ലോ. അങ്ങനെ സവാഉൻ അഖാമ അം റജഅ സുമ്മ ആദ. അപ്പൊ പള്ളിയിൽ ഇങ്ങനെ ഇത്തിഫാക്കായി കിട്ടുമ്പോ എന്താണ്? ഇയാള് പിന്നെ ഇഷായിന് അല്ലെങ്കിൽ അസറിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ പോയി വരുന്നതിനല്ലേ പ്രയാസമുള്ളു, അല്ല പള്ളിയിൽ തന്നെ നിൽക്കുന്നതിന് പ്രയാസമുണ്ടോ? അതായത് ഈ ലോഹർ മുതൽ പിന്നെന്താണ് അസറിന്റെ സമയം വരെ പള്ളിയിൽ നിന്നാ പോരെ, അല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇഷാന്റെ നേരം വരെ പള്ളിയിൽ നിന്നാ പോരെ. അത്രയും സമയം പള്ളിയിൽ നിൽക്കലും പ്രയാസമാണ്. അതാണ് എന്ത് പറഞ്ഞത്? സവാഉൻ അഖാമ അഖാമ അല്ല അഖാമ എന്നല്ല, അഖാമ യുഖീമു, ഇഖാമത്തിന്റെ അഖാമ അഫ്അലവസിന്. ഇയാള് എന്താണ്? പള്ളിയിൽ നിൽക്കട്ടെ, അം റജ അല്ല ഇയാള് വീട്ടിലേക്ക് മടങ്ങട്ടെ, സുമ്മാത പിന്നെ തിരിച്ചു വരട്ടെ. ഏതായാലും പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ നിഹായില് പറഞ്ഞത് ഫി റുജൂഇഹി ഇലാ ബൈത്തിഹി സുമ്മാതി, വീട്ടിൽ പോയി തിരിച്ചു വരാൻ പ്രയാസമുണ്ട്. അല്ലെങ്കിൽ ഔ ഫി ഇഖാമത്തിഹി ഫിൽ മസ്ജിദ്, അല്ലെ പള്ളിയിൽ തന്നെ സമയം ചെലവഴിക്കുന്നതിൽ പ്രയാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തിഫാക്കായി അങ്ങനെ വന്നാൽ പള്ളിയിൽ തന്നെ ജമ്മാക്കി പോകാം എന്നർത്ഥം. ഇനി വലായ ജൂസുൽ ജംബു ബിനഹ്വി വഹലിൻ വമറലിൻ, ചളിയുണ്ട് വരുന്ന വഴിയിലൊക്കെ മണ്ണും വെള്ളമെല്ലാം കൂടിയിട്ട് കലങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ജമ്മാക്കാൻ പറ്റുമോ? അങ്ങനെ പള്ളിയിലേക്ക് പറഞ്ഞ പ്രയാസം ഉണ്ടാവും, അപ്പൊ ജമ്മാക്കാൻ പറ്റുമോ? ഇല്ല. മറലിൻ, രോഗം ഉണ്ടെങ്കിൽ പറ്റുമോ ജമ്മാക്കാൻ? അതും പറ്റൂല. കാല കസീറൂന, അത് പറ്റൂല എന്നാണ് റാജിഹ്. എന്നാല് അസാബിൽ നിന്ന് ഒരുപാട് പേര് എന്താണ് ഇത് രണ്ടും പറ്റും എന്ന് പറഞ്ഞവരാണ്. പിന്നെ ഈ വഹലിനും മറലിനും രണ്ടിനും പറ്റും എന്ന് പറഞ്ഞവരാ. വഖ്തീറ ജവാസുഹു ബിൽ മറലി തഖദീമൻ വ തഅഖീറൻ, രോഗം കാരണം ജമ്മാക്കാം എന്ന് പറഞ്ഞ അഭിപ്രായത്തിന് മുഖ്താറാക്കപ്പെട്ടിട്ടുണ്ട്. മദ്ഹബിന്റെ തർജീഹിനെയും വിട്ട് ഖാരിജായിട്ട്
ചില ഇമാമിങ്ങള് തർജീഹാക്കിയിട്ടുണ്ട് എന്നർത്ഥം. ആ രോഗം കാരണം തഖ്ദീം ജമ്മാക്കുമ്പോ അതെങ്ങനെയാ? അത് തഖ്ദീമായിട്ടും തഖീറായിട്ടും പറ്റും. തഖ്ദീമൻ വ തഖീറൻ. അങ്ങനെ തഖ്ദീമും തഖീറും ആക്കുമ്പോ ഏതാണ് നല്ലത്? അൽ അർഫഖു ബിഹി, ആ ജമ്മാക്കുന്ന ആളിനോട് കൂടുതൽ റിഫ്ക്കുള്ളത്, മയമുള്ളത്, എന്താണ്, ആശ്വാസമുള്ളതിനെ പരിഗണിക്കപ്പെടണം. തഖ്ദീമിനാ കൂടുതൽ ആശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ആ സമയത്താക്കുക. തഖീറിനാണെങ്കിൽ അങ്ങനെ ആക്കുക. അതിന്റെ വിശദീകരണം ഇനി പറയുന്നത് ഫൈൻകാന യസ്ദാദു മർദുഹു, അപ്പൊ ഇയാളുടെ രോഗം വർദ്ധിക്കുമെങ്കിൽ കഅൻകാന യുഹമ്മു മസലൻ വഖ്തസാനിയ, അതുപോലെ രണ്ടാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് അസ്ർ ഇശാഇന്റെ സമയത്ത് ഇയാൾക്ക് പനി ഉണ്ടാവും. ഫൈൻകാന യസ്ദാദു മർദുഹു, അപ്പൊ ഇയാളുടെ രോഗം വർദ്ധിക്കുന്ന ആളാണെങ്കിൽ പിന്നെ അതേതുപോലെ രണ്ടാമത്തേന്റെ സമയത്ത് പനി ഉണ്ടാകുക. ഖദ്ദമഹ, അപ്പൊ ഇയാളുടെ തലേവസ്ഥ അതിന്റെ ഉന്നത്തേക്ക അവസ്ഥയെന്ന് അത് മനസ്സിലാക്കി. അത് ഈ രോഗം ചിലർക്ക് സന്ധ്യ സമയത്ത് കൂടുമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ രണ്ടാമത്തേന്റെ സമയത്ത് അങ്ങനെ ഉണ്ടാവുമെങ്കിൽ ഖദ്ദമഹ, ഈ രണ്ടാമത്തേന് മുന്തിക്കണം. ബിഷുറൂത്തി ജമ്മി തഖ്ദീമി, തഖ്ദീമിന്റെ മുമ്പ് ഷർത്ത് 3 പറഞ്ഞില്ലേ, അതനുസരിച്ച് മുന്തിക്കണം. അത് വക്തല്ലൂല, അല്ലെങ്കിൽ ഒന്നാമത്തേന്റെ വക്തിലാണ് ഇങ്ങനെ പനി ഉണ്ടാകുന്നതെങ്കിലോ അഖറഹ, അപ്പോ ജമ്മു തഖീറാക്കണം. ബിനിയ്യത്തിൽ ജമ്മി, ജമ്മിന്റെ നിയ്യത്തോടുകൂടെ പിന്തിക്കണം എന്ന. ഇനി വബിമ അഫഹമഹു മാ ഖറർതുഹു, ഞാനിപ്പോ പറഞ്ഞുറപ്പിച്ച ഒന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം കൊണ്ട്, വമ ഒരു കാര്യം കൊണ്ട്, എന്തഫിഉ മാഖീലാന്ന ശേഷം പറയുന്നത്, മനസ്സിലാക്കി തരുന്ന ഒന്നെന്താന്ന് പിന്നെ ശേഷം പറയുന്നുണ്ട്. മാ വബിമ ഒന്നുകൊണ്ട്, അഫമഹു അതിനെ മനസ്സിലാക്കി തരുന്നുണ്ട്, മാ ഖറർതുഹു ഞാൻ പറഞ്ഞുറപ്പിച്ച ഒന്ന് എന്താണ്, അന്നൽ മറള മൗജൂദുൻ വൈന്നമ തഫ്സീലു ബൈന സിയാദത്തിഹി വഅദ്മിഹ ആദത്തൻ. പിന്നെ രോഗം ഉണ്ട് എന്ന് പറഞ്ഞാല് ജമ്മാക്കുമ്പോ രോഗം വേണമല്ലോ, കാരണം രോഗം കാരണത്താലാണല്ലോ ജമ്മും എന്ന പോലെ ജമ്മാക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞുറച്ചത് എന്ന് പറഞ്ഞാൽ ഫൈൻകാന യസ്ദാദു മർദുഹു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കി തരുന്ന ഒന്ന് അന്നൽ മറള മൗജൂദുൻ വൈന്നമ തഫ്സീലു, ഈ വിശദീകരണം എവിടെയാണ്? ബൈന സിയാദത്തിഹി വഅദ്മിഹ, രോഗം കൂടുക ഇല്ലാതിരിക്കുക എന്നതിന്റെ ഇടയിലാണ് ആദത്തെ, ഇയാളുടെ പതിവനുസരിച്ച് കൂടുക ഇല്ലാതിരിക്കുക എന്നതനുസരിച്ച്. അപ്പോ ഒന്നാമത്തേന്റെയും രണ്ടാമത്തേന്റെയും വക്തിൽ രോഗമുണ്ട്. രോഗം ഒന്നാമത്തേന്റെ വക്തിൽ കൂടുമെങ്കിൽ പിന്തിച്ച് എമ്മാക്കുക, രണ്ടാമത്തേന്റെ വക്തിലാണ് ഇയാളെ പതിവനുസരിച്ച് കൂടുന്നതെങ്കിൽ മുന്തിച്ച് എമ്മാക്കുക. ഇതാണ് പറഞ്ഞത്. എന്താ ഫിയോ, അതുകൊണ്ട് ഇല്ലാതെയാകും. മാക്കീല പറയപ്പെട്ട ഒരു ഇത്റാൽ ഇല്ലാതെയാകും. എന്താ പറയപ്പെട്ടത്? ഫി കലാമിഹിം ഹാദാ ജവാസു തആത്തി റുഖ്സതി ഖബ്ല വുജൂദി സബബിഹാ. ഫി കലാമിഹിം ഹാദാ, അവരുടെ ഈ കലാമിലുണ്ട്. പിന്നെ അവരുടെ ഈ കലാമിൽ എന്തുണ്ട്? ഫമൻ യുഹമ്മു എന്ന് പറഞ്ഞില്ലേ, പിന്നെ അപ്പൊ അവരുടെ ഈ കലാമിൽ എന്തുണ്ട് എന്ന്, ജവാസു തആത്തി റുഖ്സ, റുഖ്സ സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നതുണ്ട്. എപ്പോ റുഖ്സ സ്വീകരിക്കൽ അനുവദനീയാണ്? ഖബ്ല വുജൂദി സബബിഹ, ആ റുഖ്സയുടെ സബബ് ഉണ്ടാകുന്നതിന്റെ മുമ്പ്. ഇക്തിഫാ ബിൽ ആദത്തി, ആദത്ത് കൊണ്ട് മതിയാക്കിയിട്ട്. അപ്പൊ സാധാരണ ഈ നേരത്തെ എന്താണ്, ആ സബബ് ഉണ്ടാകുന്ന ആളാ. അപ്പൊ ആ പതിവ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാ, ഇന്ന് ആ സബബ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ റുഖ്സ എടുക്കാം എന്ന് ഈ കലാമിലുണ്ട് എന്ന് പറഞ്ഞത് എന്ത് മുന്തഫിയായി. കാരണം എന്താ, രോഗം പോകണം, പിന്നെ കൂടലും കുറയലുമാണ് പതിവ് നോക്കല് എന്ന് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ. കളിയത്തുഹു, ഈ പറഞ്ഞത് ജായിസാണ് എന്ന് പറഞ്ഞതിന്റെ കളിയ ഏത്? ഈ കലാമിയും അതാ ജവാസു തആത്തി റുഖ്സ എന്ന് പറഞ്ഞില്ലേ, ആ തആത്തി റുഖ്സ അതിന്റെ കളിയ അത് തേടുന്നത് ഹില്ലുൽ ഫിത്രി, നോമ്പൊഴിവാക്കൽ അനുവദനീയമാണ്. ഖബ്ല മജീഇൽ ഹുമ്മ, പനി വരുന്നതിന്റെ മുമ്പ്. ബിനാഅൻ അലൽ ആദത്തി, ആദത്തിന്റെ മേലെടുത്ത്. സാധാരണ പനിക്കുന്ന സമയമാണ്. അപ്പൊ എന്ത്, പനിക്കുന്ന ദിവസമാണ്, ആഴ്ചയിൽ ഒരു ദിവസം പനിക്കുന്നു. അപ്പോ എന്താ, ആ പനി എന്ത് വന്നിട്ടില്ലെങ്കിൽ തന്നെ
ഈ ആഴ്ചയിൽ വന്നിട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്താക്കാം, ഫിത്ര അനുവദനീയാണ് എന്ന് വരും. അപ്പൊ അല്ലലഹുൽ ഹനഫിയത്തു, ഹനഫി മദ്ഹബിന്റെ ഇമാമിങ്ങൾ അതിന് ഇല്ലത്ത് പറഞ്ഞു. ഈ ഫിത്ര ഹലാലാണ് ഇതിനു മുമ്പ് എന്നതിന് ഇല്ലത്ത് പറഞ്ഞു. ബി അന്നഹു ലൗ സബറ ലി മജീഇഹാ, ഇയാൾ ക്ഷമിച്ചാല്, ആ ഹുമ്മ പനി വരുന്നത് വരെ ക്ഷമിച്ചാല്, ലം യസ്തമിരി ബിത്ത്ആമി, അപ്പൊ അത് വന്നതിന് ശേഷം ഫിത്റാക്കിയാല്, നോമ്പൊഴിവാക്കിയാല് എന്തു വരും? അപ്പൊ നോമ്പൊഴിവാക്കാൻ തന്നെ ഭക്ഷണം കഴിക്കാന്നല്ലേ, ഭക്ഷണം കഴിക്കാൻ രസം ഉണ്ടാവൂല. ലം യസ്തംരി ബിത്ത്ആം, ആ ഭക്ഷണത്തിന് എന്താണ് രസം ഉണ്ടാവൂല, അതിന് ആഗ്രഹം ഉണ്ടാവൂല. പനിക്കുന്നാളുടെ ഭക്ഷണത്തിന് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അന്നെന്താ ഇഷ്തിഗാലിൽ ബദനി, ഇയാളുടെ ശരീരം ശുഗലാണ്. എന്തുകൊണ്ട് ശുഗലാണ്? ആ രോഗം കൊണ്ട് ശുഗലായതുകൊണ്ട് അങ്ങനെ ആയിപ്പോകും. അപ്പൊ പിന്നെ നോമ്പ് ഒഴിവാക്കുന്നതിന് അർത്ഥമില്ലാതെ ആയിപ്പോകും എന്നാ. നോമ്പ് ഒഴിവാക്കുന്നതിന് അർത്ഥം ഉണ്ടാകണമെങ്കിൽ എന്താണ്, ഭക്ഷണം കഴിക്കണ്ടേ? ഇത് ഇങ്ങനെ ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ നോമ്പ് ഒഴിവാക്കാമെന്നാ വരുന്നത്. അപ്പൊ നളീറുഹു, അപ്പറഞ്ഞതിന്റെ നളീറ്, ആ ഫിത്ര ഹലാലാന്ന് പറഞ്ഞതിന്റെ നളീറ് നദുബുൽ ഫിത്രി ഖബല ലിഖാഇൽ അദുവി, പനി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്താണ് നോമ്പൊഴിവാക്കൽ ഹലാലാന്ന് പറഞ്ഞതിന്റെ നളീറ് ശത്രുവുമായി ഏറ്റുമുട്ടുന്നതിന്റെ മുമ്പ് ഫിത്ർ നോമ്പൊഴിവാക്കൽ സുന്നത്താണ് എന്നാ. നദുബുൽ ഫിത്രി ഖബല ലിഖാഇൽ അദുവി. അപ്പോ ഇതാ അലഅഫഹു സൗമ അനിൽ ഖിതാലി, നോമ്പനുഷ്ഠിക്കൽ ഇയാളെ ക്ഷീണിപ്പിക്കുമെങ്കിൽ, എന്തിനെ തൊട്ട്? അനിൽ ഖിതാലി, യുദ്ധത്തിനെ തൊട്ട് ക്ഷീണിപ്പിക്കും. അപ്പൊ യുദ്ധം ചെയ്യാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ ശത്രുവുമായി ഏറ്റുമുട്ടുന്നതിന് മുമ്പ് തന്നെ നോമ്പൊഴിവാക്കൽ സുന്നത്താന്ന് വരും. ഇന്ദഹ. അപ്പോ പിന്നെ ആ മാക്കീല കഴിഞ്ഞ് പിന്നെ എന്തഫിയു മാക്കീല എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്. അപ്പോ ഫി കലാമിഹി മാതാന്ന് ഖളിയത്തുഹു വനദീറുഹു, ഇതെല്ലാം കീലയിൽ പെട്ടതാ. വലബത്ത ജമ്മു മുതാഖിറുനൽ മറലഹുന, അപ്പൊ ആ പറഞ്ഞതെല്ലാം ലൈഫാക്കിന്ന് അർത്ഥം. മാക്കീല എന്ന് പറഞ്ഞിട്ട് അതിനെ ദഫ് ചെയ്തല്ല, അതൊന്നും എന്തായില്ല, സ്വീകാര്യമായില്ല. അതിനെല്ലാം തുഹറദ് ചെയ്തു. ഇനി ഒരു ജമ്മ് കണക്കാക്കിയിട്ടുണ്ട് മുതാഖിരീങ്ങൾ, അൽ മറലഹുന, ഇവിടുത്തെ മറൽ, അതായത് ജമ്മ് അനുവദനീയമാകാനുള്ള മറല് രോഗം എത്ര വേണം? ബി അന്നഹു മായഷുക്കുമാഹു, ആ രോഗമാണെന്നത് കൊണ്ട് കണക്കാക്കിയിട്ടുണ്ട്. ഒരു രോഗമാണ് യഷുക്കുമാഹു, ആ രോഗത്തോടുകൂടെ പ്രയാസമാകും. ഫേലു കുല്ലി ഫറലിൻ ഫി വക്തിഹി, എല്ലാ ഫറല് നിസ്കാരവും അതിന്റെ സമയത്ത് നിസ്കരിക്കല് പ്രയാസമാകുന്ന രീതിയിലുള്ളൊരു രോഗമാണ്. ഏതുപോലത്തെ മഷക്കത്ത് വേണം? മഷക്കത്തിൽ മഷീഫിൽ മത്തരി, മഴ ഉണ്ടാകുമ്പോ എന്താണ്, എല്ലാ വക്തിനും പള്ളിയിൽ പോകല് പ്രയാസമാകുന്ന പോലത്തെ ഒരു പ്രയാസം വേണം, എന്നാല് ജമ്മാക്കാം എന്നാ പറഞ്ഞ. ബിഹൈസു തബുത്തല്ലു സിയാബുഹു, ഏത് രീതിയിലുള്ള മഴ? ഇവന്റെ വസ്ത്രം നനയുന്ന രീതിയിലുള്ള മഴ ഉണ്ടാകുമ്പോ മഴയ്ക്ക് വേണ്ടി ആ മഴയത്ത് നടന്നു പോകുന്ന പ്രയാസം, അതുപോലത്തെ പ്രയാസം രോഗത്തിനുണ്ടെങ്കിൽ ജമ്മാക്കാന്ന് പറഞ്ഞു. ഒരു കൂട്ടരങ്ങനെ പറഞ്ഞ്. കാല ആഹറുന, വേറൊരു കൂട്ടർ പറഞ്ഞത് ലാബുദ്ധമിമ്മ ഷക്കത്തിൻ ലാഹിറത്തിൻ സിയാദത്തൻ അലാദാലിക്ക, ആ പറഞ്ഞതിനേക്കാൾ അധികമായി ലാഹിറായ വ്യക്തമായ പ്രയാസം വേണം, രോഗം കൊണ്ട് ആ പ്രയാസം വേണം. മറ്റേ ചെറിയ പ്രയാസമല്ലേ. ബിഹൈസു തുബീഹുൽ ജുലൂസ, ലാഹിറായ പ്രയാസം എന്ന് പറഞ്ഞതിന് ഒരു കണക്ക് പറയാം. ജുലൂസ്, ഇരുത്തം മുബാഹാക്കുന്ന രീതിയിലുള്ള പ്രയാസം. ഫിൽ ഫർളി, ഫർള് നിസ്കാരത്തില് ഇരുന്ന് നിസ്കരിക്കൽ അനുവദനീയമാക്കുന്ന പ്രയാസം വേണം എന്ന് പറഞ്ഞു. വഹുവൽ ഔജഹു, അപ്പൊ ഇങ്ങനെ രണ്ടഭിപ്രായം പറഞ്ഞിട്ട് അതിലേതാ ഔജഹ്? ഈ രണ്ടാമത്താ. അപ്പൊ മഴയത്ത് പോകുന്ന പ്രയാസം ഉണ്ടായ പോരാ, നിസ്കാരത്തിൽ ഇരുത്താനുവദനീയാക്കുന്ന രോഗം, ആ രീതിയിലുള്ള പ്രയാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ രോഗം കാരണം മുന്തിച്ചും പിന്തിച്ചും ജമ്മാക്കാന്ന് പറഞ്ഞത്. അലാന്നഹുമ മുത്തക്കാരിബാനി, ഇങ്ങനെ രണ്ടാമത്തത് ഔജഹ് എന്ന് പറഞ്ഞിട്ട് പറയാ. അതിനും പുറമെ ഔഹുൽ ഔജഹു എന്നതിന്റെ മേൽ അലാവത്തായി പറയാം. അത് രണ്ടും അടുത്തതാണ്, വലിയ വ്യത്യാസമില്ല. കമായുലമുമ്മ ഖദ്ദം തുഹുബി ലബുത്തി സ്ഥാനീയത്തി, ഈ രണ്ടാമത്തതിനെ ലബുത്താക്കുന്നതിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെന്നാ. പിന്നെ ബിഹൈസു യതഅസ്സ എന്ന് പറഞ്ഞില്ലേ, അതാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞത്. പിന്നെ മുമ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞാല് ഖിയാമ് റുക്ന് പറയുന്ന സ്ഥലത്ത് അത് പറഞ്ഞു. പിന്നെ ബിഹൈസു തുബീഹു എന്ന് പറഞ്ഞത് ഔജഹ് എന്ന് പറയുമ്പോ അതിന്റെ മുമ്പ് പറഞ്ഞ ബിഹൈസു യതഅസ്സ എന്ന് പറയുന്നത്
അത് രണ്ടാമത്തതാ. അത് മുമ്പ് പറഞ്ഞില്ലേ? അതെ. അല്ലദഹറു തഖ്സീസുർ റുഖ്സ ബിൽ മുസല്ലി ജമാഅത്തൻ ബി മസ്ജിദിൻ ഔ ഗൈരിഹി ബഈദിൻ അൻ മഹല്ലിഹി ബിഹൈസു യതഅദ്ദാ തഅദ്ദിയൻ ലാ യുഹ്തമലു ആദത്തൻ എന്നാണ് എന്ത് ആ മഴന്റെ അവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ രണ്ടാമത്തത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒന്നാമത്തതാണത് അല്ലേ? അപ്പൊ ഔജഹിന്റെ സാനി എന്ന നിലക്കാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞത്. പിന്നെ അപ്പൊ ആ ബാബ് കഴിഞ്ഞ് ജമ്മിന്റെ ബാബും കഴിഞ്ഞ് ഇനിയോ ബാബ് സ്വലാത്തിൽ ജുമുഅത്തിയാണ്. ഇനി ജുമുഅ നിസ്കാരത്തിന്റെ ബാബ.